जिंदाबाद जिंदाबाद KSSPA जिंदाबाद। कर्म निवारण देव नमस्ते, ईश्वर चक्र विनायक नायक, कर्म निवारण देव नमस्ते. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ റഫേൽ സാറ്, നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുരളി സാറ്, മറ്റ് സ്റ്റേജിലുള്ള എല്ലാ നേതാക്കൾക്കും എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകം എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചടങ്ങ് നടത്തുന്നു. അതുപോലെ സമയം കൂടുതലെടുക്കും എന്നുള്ളതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം കൂടുതൽ നീട്ടുന്നില്ല. റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി അലിക്കുഞ്ഞിന് സ്നേഹപൂർവ്വം ക്ഷണിക്കും. സിനിമാ നടൻ നവാസ്, മുൻ മന്ത്രി MK രവിചന്ദ്രപാൽ, കാശ്മീർ സ്പോർണത്തിൽ കൊല്ലപ്പെട്ടവർ, കോൺഗ്രസ് നേതാവ് ശിവരാജ് പട്ടേൽ, എബ്രാഹിം പെൻഷൻ ദിനാചരണം നടത്തി. ശ്രീമതി PS രാധാമണി ആശംസകൾ നടന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധങ്ങളായ കലാപരിപാടികൾ രംഗത്ത് അവതരിപ്പിച്ച ശേഷം പ്രവർത്തന റിപ്പോർട്ടിന്മേലും വരവുചില കടത്തിന്മേലുമുള്ള ചർച്ചകൾ നടത്തും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സെക്രട്ടറിയും വരവുചില കടത്തിന്മേലുള്ള മറുപടി പ്രസാരം പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടും വരവുചില കടത്തോടും പാസാക്കി. 11/12/2024 മുതൽ 20/12/2025 വരെയുള്ള വരവ് ചെലവ് കണക്ക്. വരവ് ഏറ്റവും ആദ്യം വായിക്കുന്നത് 2024 ജില്ലാ സമ്മേളനം രജിസ്ട്രേഷൻ ഫീ 1,52,000 രൂപ. സംസ്ഥാന സമ്മേളനം രജിസ്ട്രേഷൻ ഫീ 15,000 രൂപ. അത് സംസ്ഥാന സമ്മേളനത്തിന് നമുക്ക് 100 അംഗങ്ങളെയാണ് നിശ്ചയിച്ചിരുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന്. ആ 100 അംഗങ്ങൾക്കുള്ള ഓരോ നിയോജകമണ്ഡലത്തിനും 2-3 അംഗങ്ങൾ വീതമാണ് വന്നത്. അവരിൽ നിന്ന് ശേഖരിച്ച 15,000 രൂപയാണ് ആ കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. 2025 മെമ്പർഷിപ്പ് 2,70,360 രൂപ. 2025 പ്രവർത്തന ഫണ്ട് 3,81,300 രൂപ. അതിന്റെ വിശദമായ കണക്കുകൾ അതിന്റെ അനക്ഷരായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അവകാശങ്ങൾ നിരസിക്കുമ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരം തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമാണ്. ഈ നാടിന് ആശ്വാസമാണ്. അതുപോലെ തന്നെ ജീവിതം, നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഔദാര്യമല്ല, അത് അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സമരം തീർച്ചയായിട്ടും പെട്ടെന്ന് വാക്ക് അഭിനന്ദനാർഹമാണ് അല്ലെ. കഴിഞ്ഞ 41 വർഷം മൊത്തം അംഗസംഖ്യ എടുത്തു നോക്കിയപ്പോൾ അതില് ഏതാണ്ട് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന മൊത്തം അംഗസംഖ്യയേക്കാൾ കണക്കിനേക്കാൾ ഒരു 30-40% ആളുകളെ ഈ കഴിഞ്ഞ ഒരു ഒറ്റ വർഷം കൊണ്ട് ചേർക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ഊർജ്ജസ്വലതയോടും കൂടുതൽ ഉന്മേഷത്തോടും കൂടി നമ്മുടെ സംഘടനാ പ്രവർത്തനം ഈ കാലത്ത് നടന്നു വരുന്നു എന്നുള്ളത് ഉദാഹരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുന്നത്താട് താലൂക്കിലെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റിയുടെ ജീവനക്കാരുടെ സംഘത്തിന്റെ ജീവനക്കാരനായാണ് ഞാൻ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് പെൻഷനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് ശമ്പളം കൽപ്പിക്കുമ്പോൾ വാങ്ങുമ്പോൾ ആ ജീവനക്കാരൻ പെൻഷൻ പറ്റി കഴിയുമ്പോൾ അവന്റെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും അവിടുത്തെ സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളാണ് സമരമായി രംഗത്തിറങ്ങുന്നത്. കാരണം ആ ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർ തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ
തൊഴിലിടങ്ങളിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത് കാലാകാലങ്ങളിൽ കിട്ടേണ്ട DAയും കുടിശ്ശികയും എല്ലാം നമുക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ പറ്റിയ ആളുകൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കളക്ടറേറ്റിനുള്ളിലൊക്കെ സമരം നടത്തുന്ന അല്ലെങ്കിൽ സമരം നടത്താൻ പോകുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അതിന് ആനുപാതികമായി വിജയമുണ്ടാകാൻ അവകാശപ്പെടാൻ നമുക്ക് കഴിയുമോ? ഒരു ചെറിയ ചോദ്യമാണ്. ജനദ്രോഹ ഭരണം എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണ്? കേരളത്തിലെ ഏറ്റവും പുണ്യവും പ്രശസ്തവുമായ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന വാർത്ത മാധ്യമങ്ങളിൽ നടന്നു നിൽക്കുമ്പോൾ ഇപ്പൊ വന്ന പാട്ടുണ്ടല്ലോ, പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. നിങ്ങൾ എപ്പോഴാണ് കേട്ടത്? ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് കേട്ടത്. അത് മാർക്സിസ്റ്റ് പാർട്ടി വേറില്ലാത്തതുകൊണ്ട് മാത്രം സംഭവിച്ചത്. നിങ്ങൾ കേൾക്കാൻ കാരണം CPM തന്നെയാണ്. കാരണം എന്താണ്? അതിന് കേസെടുക്കാതിരുന്നെങ്കിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട കുറെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെ സജീവമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ കേസിന്റെ കുറെ പ്രവർത്തകർ മാത്രം അറിഞ്ഞിരുന്ന ഒരു പാട്ട് കേരളം മുഴുവൻ ഫേമസ് ആക്കിയതിന് നമ്മൾ നന്ദി പറയേണ്ടത് CPM-നോട് തന്നെയാണ്. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ സമര സംഘടന എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരം നേടിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ സംഘടിക്കപ്പെട്ടിട്ടുള്ളത്. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എന്തെല്ലാം ജീവനക്കാരിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയുമോ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്നതോടൊപ്പം തന്നെ സകല വിഭാഗം ജനങ്ങളുടെയും ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ട് കേരളത്തെ കടക്കണിയിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളം. KSSP എറണാകുളം ജില്ല 41ാം ജില്ലാ സമ്മേളനം ഇന്നുമായി ഇവിടെ നടത്തുകയാണ്. നമുക്കറിയാം, സംസ്ഥാന സമ്മേളനം ജനുവരി 19, 20, 21 തീയതികളിൽ കണ്ണൂരിൽ നടത്തുന്നതിന്റെ മുന്നോടിയായി നമ്മൾ ഇന്നിവിടെ ജില്ലാ സമ്മേളനം 2ാം ദിവസം നടക്കുകയാണ്. KSSP സംഘടനയെ പറ്റി, എറണാകുളം ജില്ലയെ പറ്റി നമ്മൾ പറയുമ്പോൾ 7000-ഓളം മെമ്പർമാർ 14 നിയോജക മണ്ഡലത്തിലായി നമ്മളിവിടെ എറണാകുളം ജില്ലയിലുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ
1404 പൊതുമെമ്പർമാരെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഈ വാർഷികം ആഘോഷം നടത്തുന്നത്. ഈ ഗവൺമെന്റിന് വേണ്ടി ഇന്ന് പണിയെടുക്കുന്ന ജീവനക്കാർ ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പെൻഷനേഴ്സിനോട് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന സമീപനം രാഷ്ട്രീയമായി നൽകേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവഗണന മാത്രം ഒരു ശത്രുവിനെ കാണുന്നത് പോലെയാണ് ഈ ഗവൺമെന്റ് ജീവനക്കാരെയും പെൻഷനേഴ്സിനും. നിങ്ങൾക്ക് നടപ്പാക്കി കിട്ടേണ്ട ഒരു ആനുകൂല്യം ഈ ഗവൺമെന്റ് നടപ്പാക്കാൻ കഴിയില്ല. അതിന്റെ വേദന നിങ്ങൾ ഇവിടെ നേരത്തെ എന്റെ സംഘാടകർ ശ്രീ റാഫേൽ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഒരു ഏറ്റവും മൗലികമായ ആവശ്യമാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത് ആവശ്യം. ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ച ആ പദ്ധതിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായി. ആ പദ്ധതി അന്ന് വിഭാവനം ചെയ്തത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഈ മെഡിസെപ്പ് എന്ന് പറയുന്ന ആശയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയാണ് KSSPA എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുന്നതില്, പാർട്ടിക്ക് ഏതൊരു ആവശ്യത്തിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം നടത്തുന്ന, സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടനയാണ് KSSP. ഇന്നലകളിൽ ഈ നാടിന് വേണ്ടി ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ളതാണ് നിങ്ങൾ. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ വീക്ഷണം, നിങ്ങൾ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളൊക്കെ ഈ നാടിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഗുണം ഇനിയും തുടരുവാൻ വേണ്ടി പ്രായമായി എന്നുള്ളതല്ല, വീണ്ടും ചെറുപ്പമായി എന്ന് കരുതി മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിച്ച് മുന്നോട്ടിറങ്ങുവാൻ നിങ്ങൾ കഴിയണമെന്നാണ് CPI. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായിയുടെ സർക്കാരിന് കീഴിൽ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുകയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണമായി ഭരണം മാറി മുന്നോട്ട് പോവുകയാണ്. നിരവധി സമരങ്ങളാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിലധികം നടന്നത്. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാത്ത ആളുകൾ നിരവധിയാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ മുതൽ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുതൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നത് വരെയുള്ള നിരവധി സമരങ്ങൾ, പോരാട്ടങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ നടത്തുകയുണ്ടായി. അതിലൊന്നും ഒരു തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും KSSP എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ KD റാഫേലാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ പേരിൽ, നമ്മുടെ ഈ സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ചത് നമ്മുടെ ചാർജ് ഭാരവാഹി KSSPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ TS സലീം സാറാണ്. അദ്ദേഹത്തെ ഈ സമ്മേളന പരിപാടിയുടെ പേരിൽ, ഈ സ്വാഗത സംഘത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആരാധ്യനായ നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവർകളാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് നമ്മുടെ KSSPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന അദ്ദേഹം പോകുന്ന വഴിക്ക് പറയുകയാണ്. അപ്പൊ അത്രയേറെ നമ്മളായിട്ട് സഹകരിച്ചു പോകുന്ന ശ്രീ ബെന്നി ബെഹനാൻ MP, അദ്ദേഹത്തിന് നമ്മുടെ ഈ സംഘടനയുടെ പേരില്, അത് നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ പേരില്, നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സമ്മേളനത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ജില്ലാ സമ്മേളനമായാലും നിയോജകമണ്ഡല സമ്മേളനമായാലും സംസ്ഥാന സമ്മേളനമായാലും
അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചകൾ. കാരണം നമ്മുടെ സംഘടന എവിടെ എത്തി നിൽക്കുന്നു, അതിന്റെ ഗതിവേഗം എങ്ങനെ കൂട്ടാം, അതിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, ഈ വക കാര്യങ്ങൾ ഗഹനമായി ചർച്ച ചെയ്യുന്നതിനും അത് അംഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും ഈ സെഷൻ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുമെന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മൾ നാളിതുവരെ നടത്തിയിരുന്ന സമരങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ പുതിയ സമര പരിപാടികളും നമ്മൾ നേടിയെടുക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുമെന്നുള്ളത് അക്കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. 49ാമത് സംസ്ഥാന സമ്മേളനം എൻ്റെ ജില്ലയായ കണ്ണൂരിലാണ്. ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സാഹസംഘം അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. എറണാകുളം ജില്ലയിൽ ഉള്ള മുഴുവൻ പ്രവർത്തകരുടെയും പരിപൂർണമായ പിന്തുണ സഹകരണം ആ സമ്മേളനത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 19-ാം തീയതി നടക്കുന്ന 19-ാം തീയതി വനിതാ സമ്മേളനം രാവിലെ സംസ്ഥാന കൗൺസിൽ, തുടർന്ന് ഉച്ചയ്ക്ക് വനിതാ സമ്മേളനത്തോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന മഹാപ്രകടനം, ആ പ്രകടനത്തിന് ശേഷം ചേരുന്ന പൊതുസമ്മേളനം, തുടർന്ന് 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനം, അങ്ങനെ 3 ദിവസത്തെ സമ്മേളനം വളരെ അടുക്കും ചിട്ടയുമായി നമുക്ക് നടത്തണം എന്നുള്ളതാണ് സാഹസത്തിന്റെ കാഴ്ചപ്പാട്. പെൻഷൻകാർ എവിടെ നിൽക്കുന്നു എന്ന് വിളിച്ചോതുന്ന ഇന്നലത്തെയും ഇന്നത്തെയും നമ്മുടെ സമ്മേളനം, ഗാന്ധി സ്ക്വയറിൽ നിന്ന് രാവിലെ ആരംഭിച്ച ഈ പ്രകടനം അടുത്ത കാലത്ത് പെരുമ്പാവൂർ പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശാന്തവും സമാധാനവും ആയി ഐക്യത്തോടുകൂടി നടന്ന ഒരു പ്രകടനമാണ് എന്ന് ദൃശ്യമാധ്യമ സുഹൃത്തുക്കളടക്കം പെരുമ്പാവൂരിലെ പൗരാവലി വീക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പോലെയുള്ള ഈ കിഴക്കൻ മേഖലയിൽ ഈ സമ്മേളനം നടത്താൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ പെരുമ്പാവൂരിലെ സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു, ഇതെങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും എന്ന്. സാമ്പത്തികമായി ഭാരിച്ച ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെ ഏറ്റെടുക്കും എന്ന് ഒരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു പരിധിവരെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മുടെ സഹപ്രവർത്തകരുടെ സ്വാരഥ്യം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. ആദ്യം ആരായിട്ടും വന്ന് ചർച്ചയിൽ പങ്കെടുക്കാം. ഈ സ്റ്റേജിൻ്റെ പുറകിൽ നമ്മൾക്കൊരു ബാനർ കാണുന്നുണ്ട്. ബാനർ എഴുതിയിട്ടുണ്ട് 41ാം എറണാകുളം KSSPയുടെ എറണാകുളം ജില്ലാ സമ്മേളനം എന്നാണ് അതിൻ്റെ ബോർഡ്. അതിൽ കുറേ നേതാക്കന്മാരുടെ പടമുണ്ട്. KSSPയുടെ ഏത് നേതാവാണ് ആ പടത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. അവിടെ അതിൽ പേര് എഴുതിയിട്ടുണ്ട്. KSSPയുടെ 3 നേതാക്കളുടെ പേര്: MP വേലായുധൻ, രാജൻ ഗുരുക്കള്, ഗോപാലകൃഷ്ണൻ. അതിൽ ആ പടത്തിൽ അവരെ കാണുന്നില്ല. സംഘടനയുടെ നിയോഗത്തിൽ ഒത്തിരി ഭാരവാഹികളുണ്ട്. അവരൊക്കെ നടക്കാൻ പറ്റാത്തവർ ഫോണിലൂടെയെങ്കിലും പെൻഷൻകാരെ ബന്ധപ്പെടാൻ തയ്യാറാവണം.
അതല്ല, നടക്കാൻ പറ്റുന്നവരെല്ലാവരുമായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ പെൻഷൻകാർ രോഗിയായിട്ടിരിക്കുന്നവർ ബന്ധപ്പെടണം. ഇതിനൊക്കെയാണ് ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയത്. തങ്കച്ചൻ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഫയലയും അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനാ കാര്യങ്ങളും കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് മൂവാറ്റുപുഴയിലെ പ്രിയപ്പെട്ട തങ്കച്ചൻ പറഞ്ഞത് നേതാക്കന്മാരുടെ പടം. നമ്മുടെ നേതാക്കന്മാരുടെ പടത്തിൽ 3 പേരുടെ പടമേ വയ്ക്കാറുള്ളൂ. ഒന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന കവാടത്തിൽ അവരുടെ പടം വെച്ചിട്ടുണ്ട്. പടം വെച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. കൂടുതൽ പടങ്ങൾ വയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം പോലെ KSSPAക്ക് അങ്ങനെ പടം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമില്ല. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററൊക്കെ എത്രയോ കാലം സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് വന്നവരാണ്. അവരല്ലാതെ വേറൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിലാണ് പുതിയതായിട്ടായാലും പഴയതായാലും അവരുടെ മുഖമൊക്കെ വളരെ തെളിഞ്ഞു കാണിക്കത്തക്ക രീതിയിൽ പടങ്ങളൊക്കെ വയ്ക്കുന്നു. കേശവ് സാറ് സംഘടനാ നേതൃത്വത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം കാനഡയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ പഴയ സംഘടനാ പ്രവർത്തനങ്ങൾ, കഷ്ടപ്പാടുകൾ സഹിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയതും കോതമംഗലത്തെ സമ്മേളനത്തിൻ്റെ കാര്യവും ജോസും മൊയ്തീനൊക്കെ അതൊക്കെ നയിച്ച കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളിവിടെ ഈ സംഘടനാ ചർച്ചയും അതോടൊപ്പം തന്നെ സമാപന സമ്മേളനവും അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ ഈ ജില്ലയിലുള്ള മുഴുവൻ KSSPA പ്രവർത്തകർക്കും സൗജന്യമായി മെഡിസെപ്പോടുകൂടി കണ്ണ് പരിശോധന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഐ ഫൗണ്ടേഷൻ. അവർ നമുക്കൊരു പ്രിവിലേജ് കാർഡ് തരും. ആ കാർഡുമായി അവരുടെ ഈ ജില്ലയിലുള്ള ആശുപത്രികളിൽ പോയാൽ സൗജന്യമായ കണ്ണ് പരിശോധനയും ചികിത്സയും അതോടൊപ്പം മെഡിസെപ്പ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മെഡിസെപ്പിൻ്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ദ ഐ ഫൗണ്ടേഷൻ. TV-യിലൊക്കെ പരസ്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് കൊടുത്തുകൊണ്ടുള്ള ലോഞ്ചിങ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നിർവഹിക്കുന്നതാണ്. ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ പലരും കേട്ടിട്ടുള്ള ഹോസ്പിറ്റലാണ്. കോയമ്പത്തൂർ ബേസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. സൗത്ത് ഇന്ത്യയിൽ 25 ബ്രാഞ്ചുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ എറണാകുളത്ത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് ഹോസ്പിറ്റൽ. കാലിക്കറ്റ്, പാലക്കാട്, മലപ്പുറം, മുണ്ടക്കയം എന്നീ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഹോസ്പിറ്റലുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹോസ്പിറ്റൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സാണ് ഉണ്ടാവുക. മൂന്നാമതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിസെപ്പ് ഉണ്ട്. സാധാരണ മെഡിസെപ്പിന് നമ്മുടെ ഹോസ്പിറ്റലിൽ സാധാരണ സർജറിക്ക് മാത്രമേ എല്ലാ കണ്ണാശുപത്രികളിൽ നമുക്ക് ആനുകൂല്യം കിട്ടാറുള്ളൂ. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുരളി സാറായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ പ്രിവിലേജ് കാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രിവിലേജ് കാർഡായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ സ്കാനിങ്ങുകൾക്കും ഒപ്റ്റിക്കൽ പർച്ചേസിനും ഒക്കെ 15% ഡിസ്കൗണ്ട് നമ്മളിത് കൂടാതെ കൊടുക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 2025-26 പ്രവർത്തന വർഷത്തെ ജില്ലാ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അസോസിയേഷന്റെ ഉത്തമ താല്പര്യത്തിനും വയോ നിർദ്ദേശിക്കുന്ന നിലയിലും ഈ സ്ഥാനം ആത്മാർത്ഥമായും നീതിപൂർവവും അർപ്പണ മനോഭാവത്തോടും കൂടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യമായി തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ മുഴുവൻ ഭാരവാഹികൾക്കും സംസ്ഥാന KSU കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത്. നമ്മളൊരു ഇലക്ഷൻ ഇയറിലേക്കാണ് കടക്കുന്നത്. 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷ കാലഘട്ടത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് ഈ നാട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഏറ്റവും വലിയ കരുത്ത് നൽകാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ.
SIR-മായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അതിന് സമയമുള്ള, അതിന് പ്രാപ്തിയുള്ള, അതിന് അനുഭവ സമ്പത്തുള്ള ഈ സംഘടനയുടെ സേവനം പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. Jai Jai Ram Jai Jai